Welcome to Learnino. So today നമ്മൾ S block elements chapterലെ important topics ആണ് discuss ചെയ്യുന്നത്. S block elementsൽ outermost s orbitalലേക്ക് ആയിരിക്കും last electron enter ആവുന്നത്. Okay. അപ്പോൾ s orbital എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും s orbital. അപ്പം അതുകൊണ്ട് തന്നെ S block of periodic table രണ്ട് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് 1 ആൻഡ് ഗ്രൂപ്പ് 2 ആണ് ബിലോങ് ചെയ്യുന്നത്. Group 1 elements ഏതൊക്കെയാണ് lithium, sodium, potassium, rubidium, cesium and francium ആണ്. And group 1 elements നമ്മൾ totally പറയുന്നത് alkali metals എന്നാണ്. And group 2 elements ഏതൊക്കെയാണ് beryllium, magnesium, calcium, strontium, barium and radium. And except beryllium നമ്മൾ ബാക്കിയുള്ള group 2 elements നെ alkaline earth metals എന്നാണ് പറയുന്നത്. ഇനി alkali metals ന്റെ കേസിൽ abundant ആയിട്ട് found out ചെയ്തിട്ടുള്ളത് sodium and potassium ആണ്. And lithium, rubidium and cesium ത്തിനാണ് lower abundance ഉള്ളത്. Okay. Then francium ആണ് highly radioactive ആയിട്ടുള്ള element. Group 1 elements alkali metals ന്റെ specialities നമുക്ക് നോക്കാം. അവർക്ക് 1 valence electron ആണ് വരുന്നത് electron configuration. Okay. അപ്പോൾ noble gas score NS1 ആണ് outside വരുന്നത്. Then alkali metals ന്റെ atomic and ionic radius downwards the group increase ആവുകയാണ്. And lithium to cesium ആണ് അവരുടെ size increase ആവുന്നത്. Ionization enthalpy കേസ് നോക്കുകയാണെങ്കിൽ considerably low ആണ് ionization enthalpy and decreases downwards the group from lithium to cesium. Then hydration enthalpy decrease ചെയ്യാണ് with increase in ionic sizes. Physical properties നോക്കുകയാണെങ്കിൽ alkali metals normally silvery white soft light metals ആണ്. Downwards the group low density ആയിരിക്കും. Okay. From lithium to cesium അത് increase ആവുന്നുണ്ടാവും. Okay. Melting and boiling point low ആണ്. Alkali metals and salts impart characteristic color to flame. ഇനി ഇവരുടെ chemical properties നോക്കുകയാണെങ്കിൽ alkali metals highly reactive ആണ് due to their large size and low ionization enthalpy. അതുകൊണ്ട് തന്നെ ഇവരുടെ reactivity downwards the group increase ആവും. ഇനി uses നോക്കുകയാണെങ്കിൽ lithium metal നമ്മൾ യൂസ്ഫുൾ അലോയ്സിന്റെ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തെർമോന്യൂക്ലിയർ റിയാക്ഷൻസിലൊക്കെ ഇലക്ട്രോകെമിക്കൽ സെൽ മേക്കിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സോഡിയം ആൻഡ് ലെഡ് അലോയ് മേക്കിങ്ങിന് സോഡിയം യൂസ് ചെയ്യുന്നു. ദെൻ ലിക്വിഡ് സോഡിയം മെറ്റൽ നമ്മൾ കൂളന്റ് ആയിട്ടൊക്കെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഓൾസോ ബയോളജിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ പൊട്ടാസ്യം യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ പൊട്ടാസ്യം ക്ലോറൈഡ് ഒക്കെ നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് സോഫ്റ്റ് സോപ്പ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് സെൽസിലൊക്കെ നമ്മൾ സീഷ്യം എലമെന്റ് യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിത്യം ആണ്. അപ്പോൾ ഈ അനോമലസ് പ്രോപ്പർട്ടീസിന് രണ്ട് റീസൺ ആണുള്ളത്. ഒന്ന് സ്മോൾ സൈസ് ഓഫ് ആറ്റം ആൻഡ് അയോൺ ആൻഡ് സെക്കൻഡ് ഹൈ പോളറൈസിംഗ് പവർ. ഇത് കാരണമാണ് ലിത്യം അനോമലസ് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത്. ഇനി ലിത്യം മറ്റുള്ള ആൽക്കലൈൻ മെറ്റൽസുമായിട്ടുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ലിത്യം എന്ന് പറയുന്നത് മച്ച് ഹാർഡർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഹയർ ആണ് ആസ് കമ്പയർഡ് ടു അതർ ആൽക്കലൈൻ മെറ്റൽസ്. Then lithium is least reactive but strongest reducing agent among all the alkaline metals. Then lithium chloride is deliquescent and crystallizes as a hydrate, whereas other alkaline metal chlorides do not form hydrates. ഇനി ലിത്യം ഹൈഡ്രജൻ കാർബണേറ്റ് നമുക്ക് ഒരിക്കലും സോളിഡ് ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ബാക്കിയുള്ള സോളിഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലിത്യം ബാക്കിയുള്ള ആൽക്കലൈൻ മെറ്റൽസിനെ പോലെ എത്തനൈഡ് ഫോം ചെയ്യില്ല when it reacts with ethane. ലിത്യം നൈട്രേറ്റ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലിത്യം ഓക്സൈഡ് ആണ് കിട്ടുന്നത്. ആൻഡ് ലിത്യം ഫ്ലൂറൈഡ് ആൻഡ് ലിത്യം ഡയോക്സൈഡ് much less soluble in water ആണ് than corresponding compounds of other alkali metals. ഇനി ലിത്യം ആൻഡ് മഗ്നീഷ്യം തമ്മിലുള്ള സിമിലാരിറ്റീസ് നോക്കാം. ബോത്ത് ലിത്യം ആൻഡ് മഗ്നീഷ്യം ആർ ഹാർഡർ ആൻഡ് ലൈറ്റർ ദാൻ അതർ എലമെന്റ്സ് ഇൻ ദി റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഇവ രണ്ടും വാട്ടറുമായിട്ട് സ്ലോലി ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ ഓക്സൈഡ്സ് എക്സസ് ഓക്സിജനുമായിട്ട് ഒരിക്കലും കമ്പൈൻ ചെയ്തിട്ട് സൂപ്പർ ഓക്സൈഡ്സ് പ്രൊവൈഡ് ചെയ്യില്ല. ഇനി കാർബണേറ്റ്സ് ഓഫ് ലിത്യം ആൻഡ് മഗ്നീഷ്യം ഈസിലി ഡീകമ്പോസ്ഡ് ആവും ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ ആൻഡ് ഫോംസ് ഓക്സൈഡ്സ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ലിത്യം ക്ലോറൈഡും മഗ്നീഷ്യം ക്ലോറൈഡും soluble in ethanol ആണ്. ആൻഡ് ലിത്യം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആർ deliquescent and crystallizes from aqueous solution as hydrates. ഇനി 4 important compounds of sodium ആണ് വരുന്നത്. ഫസ്റ്റ് വൺ സോഡിയം കാർബണേറ്റ് ഓർ വാഷിംഗ് സോഡ. അതിന്റെ കെമിക്കൽ നെയിം വരുന്നത് Na2C310H2. Then second sodium chloride or NaCl. Third sodium hydroxide or caustic soda, chemical name NaOH. Then last sodium hydrogen carbonate or baking soda,
NaHCO3. ഇനി പറയുന്നത് സോഡിയം പൊട്ടാസ്യത്തിന്റെയും ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഓക്കെ, രണ്ടുപേർക്കും സെൽ മെംബ്രെയിൻസിനോട് പെനിട്രേറ്റ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. ആൻഡ് ദേ ഹാവ് ട്രാൻസ്പോർട്ട് മെക്കാനിസംസ് ആൻഡ് ദെയർ എഫിഷ്യൻസി ടു ആക്ടിവേറ്റ് എൻസൈംസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും സ്പെഷ്യാലിറ്റീസ്. പൊട്ടാസ്യം അയോൺ എന്ന് പറയുന്നത് മോസ്റ്റ് അബുണ്ടന്റ് ആയിട്ടുള്ള കാറ്റയോൺ ആണ് വിത്തിൻ ഫ്ലൂയിഡ് സെൽസ്. അവര് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആൻഡ് പ്രൊഡ്യൂസസ് ATP. ഓക്കെ, ആൻഡ് വിത്ത് സോഡിയം ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് സിഗ്നൽസ്. ഈ ഒരു അയോണിക് ഗ്രേഡിയന്റ് ഡിസ്ക്രിമിനേറ്ററി മെക്കാനിസത്തിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അതായത് സോഡിയം പൊട്ടാസ്യം പമ്പിനെ എനർജൈസ് ചെയ്യും ആൻഡ് ദേ ഓപ്പറേറ്റ് അക്രോസ് ദി സെൽ മെംബ്രെയിൻസ്. ഇനി നോക്കുന്നത് ഗ്രൂപ്പ് 2 എലമെന്റ്സ്, ദാറ്റ് ഈസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ്. എസ് ഓർബിറ്റലില് 2 ഇലക്ട്രോൺസ് ആയിരിക്കും ഈ ഒരു എലമെന്റ്സിന് ഉണ്ടാവുക. അവരുടെ ജനറൽ ഇലക്ട്രോണിക് കൺഫിഗറേഷൻ വരുന്നത് നോബിൾ ഗ്യാസ് NS2. അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ആവുന്നതനുസരിച്ചിട്ട് ഇൻക്രീസ് ആവും. And they have low ionization enthalpies due to large size of atoms. And അവരുടെ hydration enthalpies എന്ന് പറയുന്നത് larger ആണ് as compared to alkali metal ions. Physical properties നോക്കുകയാണെങ്കിൽ they are silvery white, lustrous and soft but harder than alkali metals. Except beryllium and magnesium ഒരു grayish കളറിലായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഈ ഒരു മെറ്റൽസിന്റെ ഹയർ ആയിരിക്കും as compared to alkali metals. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർക്ക് സ്മോളർ സൈസ് ആണ് വരുന്നത്. Then alkali earth metals less reactive ആണ് as compared to alkali metals. ഇവരുടെ റിയാക്ടിവിറ്റി ഡൗൺവേർഡ്സ് ദ ഗ്രൂപ്പ് ഇൻക്രീസ് ആവും. ഇനി യൂസസ് പറയുകയാണെങ്കിൽ ബെർലിയം നമ്മൾ അലോയ് മാനുഫാക്ചറിംഗിൽ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് കോപ്പർ ബെർലിയം അലോയ്സ് നമ്മൾ സ്പ്രിങ്സിന്റെ, അതായത് ഹൈ സ്ട്രെങ്ത് വേണ്ട സ്പ്രിങ്സിന്റെ പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. മെറ്റാലിക് ബെർലിയം നമ്മൾ എക്സ്റേ വിൻഡോ ട്യൂബ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് മഗ്നീഷ്യം ഫോംസ് അലോയ്സ് വിത്ത് അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യം ആൻഡ് ടിൻ. നമ്മൾ മെറ്റൽസിനെ അവരുടെ ഓക്സൈഡ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് കാൽഷ്യം യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് റേഡിയം സോൾട്സ് നമ്മൾ റേഡിയോ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഗ്രൂപ്പ് 2 മെറ്റൽസിലെ ഫസ്റ്റ് മെമ്പർ, അതായത് ബെർലിയം എലമെന്റ് അനോമലസ് ബിഹേവിയർ ആയിരിക്കും എക്സിബിറ്റ് ചെയ്യുന്നത് ആസ് കമ്പയർഡ് ടു മഗ്നീഷ്യം ഇൻ ഗ്രൂപ്പ് 1 മെറ്റൽസ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു അനോമലസ് ബിഹേവിയർ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ബെർലിയത്തിന്റെ അറ്റോമിക് സൈസ് അല്ലെങ്കിൽ അയോണിക് സൈസ് എന്താണ്? കമ്പാരിറ്റീവ്ലി സ്മോളർ ആണ്. ഓക്കെ, അത് വിത്ത് റെസ്പെക്ട് ടു അതർ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ അവരുടെ അയോണൈസേഷൻ എൻതാൽപ്പിയാണ് എന്താണ്? ഹയർ ആയിരിക്കും. സൈസ് സ്മോൾ ആയതുകൊണ്ട് തന്നെ ഇത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ലാർജ്ലി കോവാലന്റ് ആയിരിക്കും ആൻഡ് ദേ ഗെറ്റ് ഈസിലി ഹൈഡ്രലൈസ്ഡ്. ഇനി ബെർലിയം ഒരിക്കലും കോർഡിനേഷൻ നമ്പർ മോർ ദാൻ 4 എക്സിബിറ്റ് ചെയ്യില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരുടെ വാലൻസ് ഷെല്ലിൽ ഓൺലി 4 ഓർബിറ്റൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ ബാക്കി മെമ്പേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി എല്ലാ മെമ്പേഴ്സിനും കോർഡിനേഷൻ നമ്പർ ഓഫ് 6 വരെ എക്സിബിറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവർ ഡി ഓർബിറ്റൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബെർലിയത്തിന്റെ ഓക്സൈഡും ഹൈഡ്രോക്സൈഡും എന്താണ്? ആംഫോട്ടറിക് ഇൻ നേച്ചർ ആയിരിക്കും ആസ് കമ്പയർഡ് ടു ഹൈഡ്രോക്സൈഡ്സ് ഓഫ് അതർ എലമെന്റ്സ് ഇൻ ദി ഗ്രൂപ്പ്. അപ്പൊ ഇതുകൊണ്ടാണ് ബെർലിയം അനോമലസ് ബിഹേവിയർ എക്സിബിറ്റ് ചെയ്യുന്നത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന റീസൺസ്. ഇനി നമ്മൾ പറഞ്ഞു ബെർലിയം അലൂമിനിയം ഡയഗണൽ റിലേഷൻഷിപ്പ് എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അലൂമിനിയത്തിനെ പോലെ ബെർലിയം എന്താണ്? നോട്ട് റെഡിലി അറ്റാക്ഡ് ബൈ ആസിഡ്സ്. എന്തുകൊണ്ടാണ്? ആ മെറ്റലിന്റെ സർഫസിൽ ഒരു ഓക്സൈഡ് ഫിലിം ഫോർമേഷൻ ഒക്കർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് തന്നെ ബെർലിയത്തിനെ ഈസിയർ ആയിട്ട് ആസിഡ് അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഇവരുടെ ചാർജ് ടു റേഡിയസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആസ് ദാറ്റ് ഓഫ് അലൂമിനിയം അയോൺ ആയിരിക്കും. ഇനി ബെർലിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് എക്സസ് ആൽക്കലൈൽ ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് ബെറിലേറ്റ് അയോൺ, അതായത് BeOH4 ഈ ഒരു അയോൺ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി ബെർലിയത്തിന്റെയും അലൂമിനിയത്തിന്റെയും രണ്ടിന്റെയും ക്ലോറൈഡ്സിന് Cl- ബ്രിഡ്ജ്ഡ് ക്ലോറൈഡ് സ്ട്രക്ചർ ആയിരിക്കും വേപ്പർ ഫേസിൽ ഉണ്ടാവുന്നത്. ഈ രണ്ട് ക്ലോറൈഡ്സും എന്താണ്? ഓർഗാനിക് സോൾവെന്റ്സിൽ മോസ്റ്റ്ലി സോളുബിൾ ആണ്. ഇത് നമ്മൾ ഫ്രീഡൽ ക്രാഫ്റ്റ് കാറ്റലിസ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ലൂയിസ് ആസിഡ്സ് ആണ് ഇത് രണ്ടും.
ഇനി ബെർലിയത്തിനായാലും അലൂമിനിയം അയോൺസിനായാലും രണ്ടിനും കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിറ്റി സ്ട്രോങ്ങർ ആണ്. നെക്സ്റ്റ് 4 ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം ആണ് വരുന്നത്. ഫസ്റ്റ് കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ലൈം CaO എന്നാണ് കെമിക്കൽ നെയിം. ദെൻ സെക്കൻഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഓർ സ്ലേക്കഡ് ലൈം, കെമിക്കൽ നെയിം വരുന്നത് CaOH twice. ദെൻ തേർഡ് കാൽഷ്യം കാർബണേറ്റ് ഓർ CaCO3. ദെൻ ഫോർത്ത് കാൽഷ്യം സൾഫേറ്റ് ഓർ പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കെമിക്കൽ നെയിം വരുന്നത് CaSO4.H2O. ഇനി നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ടോപ്പിക് ആണ് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് മഗ്നീഷ്യം ആൻഡ് കാൽഷ്യം. ഒരു നോർമൽ അഡൾട്ട് ബോഡിയിൽ 25 gram ഓഫ് മഗ്നീഷ്യം ഉണ്ടാവും, അതുപോലെ തന്നെ 1200 gram ഓഫ് കാൽഷ്യം ഉണ്ടാവും. ആസ് കമ്പയർഡ് ടു only 5 gram ഓഫ് അയൺ ആൻഡ് 0.06 gram ഓഫ് കോപ്പർ. നമുക്ക് ഹ്യൂമൻ ബോഡിക്ക് വേണ്ട ഒരു ഡെയിലി റിക്വയർമെന്റ് എന്ന് പറയുന്നത് 200 to 300 milligram ആണ്. എസ്റ്റിമേറ്റഡ് കൗണ്ട് ആണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി all enzymes that utilize ATP in phosphate transfer require magnesium as a cofactor. അപ്പോൾ ATPയിൽ വേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ്. അതുപോലെ തന്നെ ക്ലോറോഫില്ലൊക്കെ ലൈറ്റ് അബ്സോർപ്ഷന് വേണ്ട മെയിൻ ആയിട്ടുള്ള എലമെന്റ് ഇതാണ്, മഗ്നീഷ്യം ആണ്. ഓക്കെ, നമ്മുടെ ബോഡിയിലെ 99% ഓഫ് കാൽഷ്യം പ്രസന്റ് ആയിട്ടുള്ളത് ബോൺസിലും ടീത്തിലുമാണ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ന്യൂറോ മസ്കുലർ ഫംഗ്ഷനിങ്, ബ്ലഡ് കൊയാഗുലേഷൻ, സെൽ മെംബ്രെയിൻ ഇന്റഗ്രിറ്റിയിലൊക്കെ ഈ ഒരു എലമെന്റിന് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷനിങ് ഉണ്ട്. ഇനി കാൽഷ്യം കോൺസെൻട്രേഷൻ ഇൻ പ്ലാസ്മ ഈസ് റെഗുലേറ്റഡ് അറ്റ് അബൌട്ട് 100 mg/L. അപ്പം ഈ എല്ലാ കാൽഷ്യവും പാസ് ചെയ്യുന്നത് പ്ലാസ്മയിൽ കൂടിയായിരിക്കും. സോ അപ്പോൾ ഇതൊക്കെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ചാപ്റ്ററിലെ ടോപ്പിക്സ്. താങ്ക് യു.